BJP-യെ പോയിട്ട് കൊണ്ട് ശശി തരൂർ രംഗത്തെത്തുന്നു. അത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ NK പ്രേമചന്ദ്രനും പറയുകയാണ്, അമിത്ഷാ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ FIR റദ്ദാക്കും, കന്യാസ്ത്രീകളുടെ രക്ഷയ്ക്ക് മുന്നിൽ നിന്നത് അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര നേതൃത്വമാണെന്നൊക്കെ. ഈ പൊതുവിൽ സത്യം വിളിച്ചു പറയുന്നവരെയൊക്കെ, കേന്ദ്രത്തിൽ BJP എന്തെങ്കിലും ചെയ്താൽ അത് കൃത്യമായി വിളിച്ചു പറയുന്നവരെയൊക്കെ സംഘപരിവാറുകാരാക്കുക അല്ലെങ്കിൽ BJP-ക്കാരാക്കുക എന്നുള്ളൊരു പൊതു നിലപാട് നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലേക്കാണോ ഇപ്പോ NK പ്രേമചന്ദ്രനും ആ വഴിക്ക് പോകുമെന്നുള്ള നിരീക്ഷണമാണോ നടത്തേണ്ടത്? നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന നെറേറ്റീവായത് മാറിക്കഴിഞ്ഞിരിക്കുക. ശശി തരൂരിലാണ് അത് വലിയ തരത്തിൽ വളർന്ന് വികസിച്ചത്. കാരണം ശശി തരൂർ പല ഘട്ടങ്ങളിലും BJP വിമർശിച്ചിട്ടുണ്ട്. അത് മുൻപ് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളും BJP-യെ പുകഴ്ത്തുന്നു, മോദിയെ പുകഴ്ത്തുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മോദിയുടെയും BJP-യുടെയും മെഗഫോണായി മാറിയെന്ന് കോൺഗ്രസ് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ കോൺഗ്രസ് ഈ തരൂരിനെ നിങ്ങളെങ്കിൽ BJP-യിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് മറിച്ചൊരു തീരുമാനം എടുക്കാമല്ലോ. BJP-യും മോദിയും പുകഴ്ത്തുന്ന ഒരാളായി ശശി തരൂർ മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹത്തെ പറഞ്ഞുവിടാം. പക്ഷേ അദ്ദേഹത്തെ അവർ പറഞ്ഞു വിടുന്നില്ല. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പുതുതായിട്ട് രൂപപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഈ തരൂരും BJP-യിലേക്ക്, തരൂർ ഉപരാഷ്ട്രപതിയാകുന്നു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വരുന്നതിൻ്റെ കാരണം അതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രേമചന്ദ്രൻ്റെ പ്രസ്താവനകളും വരുന്നത്. പ്രേമചന്ദ്രൻ പറഞ്ഞത് ഇപ്പോൾ വളരെ കാലികമായി നിൽക്കുന്ന വിഷയമായി ബന്ധപ്പെട്ടാണ്. 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ അവർ ബജരംഗ് ദളിനാൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്ത വളരെ കടുത്ത പ്രതിഷേധത്തിന് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിയെ മാറിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടപെടൽ നടത്തി അമിത്ഷാ പറഞ്ഞ ചില കാര്യങ്ങൾ വിശ്വസിച്ച് ഇപ്പോൾ തന്നെ കന്യാസ്ത്രീകൾ ജാമ്യം നൽകി പുറത്ത് ഇറങ്ങും എന്നൊക്കെ കരുതിയ സമയത്താണ് ജാമ്യം അവർക്ക് കിട്ടാതെ പോവുകയും അവർ വീണ്ടും ജയിലിൽ അടക്കപ്പെടുകയും. അപ്പോൾ അമിത്ഷാ പറഞ്ഞതിന് വിലയില്ലേ എന്ന ചോദ്യങ്ങൾ ഉയർന്നു. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിലെ BJP സർക്കാർ എടുത്ത നിലപാടെന്ന് പറയുന്നത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കണ്ട എന്ന് തന്നെയാണ്. അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത് അതാണ്, ഇവർക്ക് ജാമ്യം കൊടുക്കാനായിട്ട് പാടില്ല, ഇവർ മനുഷ്യക്കടത്ത് നടത്തുകയും അതേപോലെ തന്നെ നിർബന്ധപൂർവമായിട്ട് മതപരിവർത്തനം നടത്തുകയും ചെയ്ത കന്യാസ്ത്രീകളാണ്. ഒരു കാരണവശാലും സർക്കാരിൻ്റെ നിലപാട് മാറ്റമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന ആളുകൾ ചോദിച്ചൊരു കാര്യം, BJP സഹായിക്കാനാണെങ്കിൽ BJP-യുടെ ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ് എന്തിനാണ് ഇത്തരത്തിലുള്ള നിലപാടെടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ BJP-ക്ക് അകത്തൊരു 2 തരത്തിൽ 2 അഭിപ്രായ പ്രകടനത്തിൻ്റെ ഒരു കാലമായിരുന്നു. അതിനൊക്കെ അറുതി വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് പ്രേമചന്ദ്രൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. ആര് മുഖാന്തരം ജാമ്യം കിട്ടി? അമിത്ഷാ വഴി എന്ന് പ്രേമചന്ദ്രൻ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം കോടതിയുടെ നടപടിക്രമങ്ങളിലൂടെയാണ് അവർ പുറത്തു വന്നത്. മാത്രമല്ല ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് വളരെ ശക്തമായിട്ട് പറയണം, ജാമ്യം കൊണ്ട് ഇതൊന്നും അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, കടുത്ത നിലപാടാണ് അക്കാര്യത്തിൽ അവർ തുടരുന്നത്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർ വീണ്ടും 2 ആഴ്ചയിൽ ഒരിക്കൽ പോയിട്ട് അവർ താമസിക്കുന്നതായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ അവർ ഇപ്പോഴും നിർബന്ധിതരാണ്. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കുറ്റവാളികളെ പോലെ ഇവരിങ്ങനെ കൊണ്ടു നടക്കുന്ന ഈ സമീപനം അംഗീകരിക്കാനായിട്ട് പറ്റില്ല. FIR തന്നെ എന്ത് ചെയ്യണം, മാറ്റി എഴുതണം എന്നാണ്. അപ്പോൾ പ്രേമചന്ദ്രൻ പറയുന്നത് അമിത്ഷാ അത് മാറ്റി എഴുതും എന്നാണ്. എന്ന് വെച്ചാൽ പ്രേമചന്ദ്രനും ശശി തരൂരിനെ പോലെ കേന്ദ്ര ഗവൺമെൻറ്റിൽ വലിയ വിശ്വാസവും വലിയ ഉറപ്പുമൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ നെറേറ്റീവാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തെ വായിക്കുന്ന ചില ആളുകളുണ്ട്, രാഷ്ട്രീയ വായന നടത്തുന്നതായിട്ടുള്ള ആളുകൾ, അവരതിങ്ങനെ വായിച്ചു. പ്രേമചന്ദ്രനും തരൂരിൻ്റെ പിന്നാലെ, തരൂർ BJP-യിലേക്ക് എന്ന നിലയ്ക്ക് വഴിയിലിറങ്ങി നിൽക്കുകയാണ്. അയാളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണ് പുള്ളി നോക്കുമ്പോൾ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നു, പ്രേമേന്ദ്രൻ. അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരുമിച്ച് ചേർന്ന് പോകും എന്നുള്ള നിലയ്ക്ക് ഉള്ള ചർച്ചകൾ നടക്കുന്നത്. ഇതിലെന്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ തരൂർ പറഞ്ഞതിൽ തരൂർ സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്ന് മാത്രമാണ് തരൂർ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. കേന്ദ്രം ചെയ്ത കാര്യങ്ങൾ കൃത്യമായി വിളിച്ചു പറയുന്നു. അതിപ്പോ ഒരു പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് മറ്റു പാർട്ടിക്കാർ ചെയ്യുന്ന നല്ലതിനെ ചൂണ്ടിക്കാട്ടിക്കൂടാ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, ഇതാണ് നമ്മുടെ രാഷ്ട്രീയ ശീലം എന്ന് പറയുന്നത്. അതായത്
ഒരു പാർട്ടിയുടെ പ്രവർത്തനമായി നിൽക്കുകയും അതിൻ്റെ നേതാവായി നടക്കുകയും അതിൻ്റെ MP അല്ലെങ്കിൽ MLA മന്ത്രിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആ പാർട്ടി ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും അയാൾ ന്യായീകരിച്ചോളണം എന്നതാണ് ഇവിടുത്തെ വെപ്പ്. അതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ന്യായീകരണ തൊഴിലാളികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എതിർ പാർട്ടി, ഭരണത്തിലിരിക്കുന്നൊരു പാർട്ടി അവരൊരു നല്ല കാര്യം ചെയ്താൽ ഈ എതിർപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്നതായിട്ടുള്ള പാർട്ടി ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അങ്ങനെ പറയാം, അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്ന സമയത്ത്. അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നതായിട്ടുള്ള നിലപാട് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പാർട്ടിക്കാരനും ഉണ്ടാകണം. എങ്കിലേ നമുക്ക് രാഷ്ട്രീയ ഇടപെടലുകളെ സത്യസന്ധമായിട്ട് നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറിത്തീരുകയുള്ളൂ. അതല്ലാതെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതിൻ്റെ ചർച്ചയ്ക്കും അതിൻ്റെ സർഗാത്മകതയ്ക്കും ഒരു പ്രസക്തിയില്ല. കാരണം എന്താണ്? നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJPക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാർക്സിസ്റ്റുകാരനാണ്, ഞാൻ BJPക്കാരനാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരനെ BJPക്കാരൻ എതിർക്കുന്നു, BJPക്കാരനെ കോൺഗ്രസ്സുകാരനെ എതിർക്കുന്നു, അതല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരനെ എതിർക്കുന്നു. ഇന്നെ തെറ്റ് ശരിയൊന്നും പ്രശ്നമല്ല. അവിടെ നിങ്ങൾ ഏത് പാർട്ടിയാണ് എന്ന് നോക്കുന്നു, എന്നിട്ട് നിങ്ങൾ എതിർക്കുന്നു. അത് മാറണം. അത് ശരിയായ രാഷ്ട്രീയമല്ല, അതിൽ ഒരു രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. വെറും പക്ഷം പിടുത്തം മാത്രമാണ്, പക്ഷപാതിത്വം മാത്രമാണ്, പക്ഷം ചേരൽ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് ഒരു ഗുണവും ആർക്കും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അത് മാറണം, ആ രാഷ്ട്രീയം മാറണം. നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുന്നതും ചീത്ത ചെയ്യുമ്പോൾ ചീത്തയെന്ന് പറയുന്നതുമായ ഉരുക്ക് പോലെ ഉറച്ച അഭിപ്രായവും നിലപാടുമുള്ള തരത്തിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് നേതാക്കളും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് നമ്മുടെ സമൂഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് എന്തെങ്കിലും ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ സൃഷ്ടിപരമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ല, ഈ ഒച്ചപ്പാടും ബഹളമായിട്ട്. ഈ തരൂരിനെ പോലെ പാർട്ടിയുടെ അകത്തുമില്ല പുറത്തുമില്ല കയ്യാല പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ആകാൻ പ്രേംകുമാർ സാധ്യതയുണ്ടോ? കാരണം തരൂരിനെ ഇപ്പോൾ ആ നിലയ്ക്കാണ് പാർട്ടി ഇട്ടേക്കുന്നത്. അല്ലെ, പ്രേമേന്ദ്രൻ അങ്ങനെ പോകുന്ന ഒരാളായിട്ട് നമുക്കൊരിക്കലും വിലയിരുത്താനായിട്ട് കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പഴയകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രമാണ് എല്ലാ വ്യക്തികളെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് കഴിയുന്ന ഒരു ഇടം എന്ന് പറയും. ആ ചരിത്രത്തിൽ പ്രേമേന്ദ്രൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ വളരെ കർശനമായിട്ടുള്ള നിലപാടും അതുപോലെ തന്നെ വ്യക്തതയുള്ള നിലപാടും വ്യക്തിത്വത്തിൻ്റെ നിലപാടുമാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ പ്രേമേന്ദ്രൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ കരുതേണ്ടത് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാലമായാലും അദ്ദേഹം MP ആയിട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങൾ ഇവരൊക്കെ ആയിട്ട് ഉണ്ടാവാം. അപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തിപരമായിട്ട് തന്നെ പ്രേമചന്ദ്രൻ അമിത്ഷായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അമിത്ഷായും പ്രേമചന്ദ്രനും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമിത്ഷാ കൊടുത്ത് ഉറപ്പായിരിക്കണം എന്ത് ഈ FIR എന്ന് പറയുന്നത് തെറ്റായ FIR ആണ് എന്ന് മനസ്സിലാക്കി തിരുത്തും എന്നുള്ളത്. ആ വിശ്വാസമാണ് പ്രേമചന്ദ്രൻ എന്ത് ചെയ്യുന്നത് പൊതുസമൂഹത്തിനോട് പറയുന്നത്. അമിത്ഷാ തിരുത്തും എന്ന്, നമുക്കും അത് തിരുത്തും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ അമിത്ഷാ തിരുത്തും. അമിത്ഷാ ഇക്കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിതെളിച്ചതിൽ അമിത്ഷായുടെ ഇടപെടൽ നല്ല പങ്കുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പ്രേമേന്ദ്രൻ പറയുമ്പോൾ അതിനെ പ്രേമചന്ദ്രനെ BJPയിലേക്കുള്ള വഴിവെട്ടിയ പ്രക്രിയയായിട്ട് നമ്മൾ കാണേണ്ടതില്ല. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ഈ ആശാന്മാരുണ്ടല്ലോ, എല്ലാ ആശാന്മാരും ക്രെഡിറ്റ് അടിക്കാൻ നടക്കുന്ന ആശാന്മാർ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും അവർ ചെയ്യുന്ന രീതികളനുസരിച്ചും ഈ പ്രേമേന്ദ്രൻ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് പ്രേമേന്ദ്രന് BJP കയറാനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് മണിയടിച്ചെന്തെങ്കിലും നേടാനോ ഒക്കെ ആണെന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമാണ്. എന്നുവെച്ചാൽ അവരുടെ അളവുകോൽ വെച്ചുകൊണ്ട് അവർ പ്രേമേന്ദ്രനെയും അളക്കുന്നു. ആ മുഴക്കൽ ഒരു മുഴക്കലാണ് ഇതിനുള്ളത്, അത് അവരുടെ മുഴക്കലാണ്. ആ മുഴക്കൽ വെച്ച് അവർ അളക്കുകയാണ് ചെയ്യുന്നത്. ആ അളവാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. അതല്ലാണ്ട് ഇതിനകത്ത് പ്രേമചന്ദ്രൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചാഞ്ചാടുന്ന എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.